ഹലോ ചോദിച്ചാ എന്താ ടോമിച്ച വിശേഷം? തനിക്ക് നാട്ടിലേക്ക് വരാനുള്ള പ്ലാനൊന്നും ഇല്ലേ? നമ്മുടെ നാടും പച്ചപ്പും ഹരിതാപയൊക്കെ താൻ മിസ് ചെയ്യണില്ലേ? അതേടോ, ഞാനും ഷീലാമ്മ അത് തന്നെ ആലോചിക്കുന്നത്. ഒരു 2 വർഷത്തിനുള്ളിൽ റിട്ടയർമെന്റ് പ്ലാൻ ചെയ്യണം. അത് കഴിഞ്ഞ് കൊച്ചിയിൽ ഒരു ഫ്ലാറ്റ് നോക്കണം. പിന്നെ അവിടുത്തെ ഈ തിരക്കും പൊല്യൂഷനെ കാണുമ്പോഴാ ആകെ ഒരു കൺഫ്യൂഷൻ. എന്തിനാ ടോമിച്ച കൊച്ചി? നമ്മുടെ അങ്കമാലി ഇല്ലാത്തായിട്ട് ഇപ്പൊ എന്താ ഉള്ളേ? എയർപോർട്ടും റെയിൽവേ സ്റ്റേഷനും തൊട്ടടുത്ത്, ഹോസ്പിറ്റലും സ്കൂളും തൊട്ട് മുന്നില്, നാഷണൽ ഹൈവേയുടെ മുന്നിലായതുകൊണ്ട് കൊച്ചിയിലേക്കും തൃശ്ശൂർക്കും കഷ്ടിച്ച് 1 മണിക്കൂർ യാത്രയുള്ളൂ. അതൊക്കെ ശരിയാ ജോയി. പക്ഷെ മക്കൾക്കും ഞങ്ങൾക്കും അങ്കമാലിയിൽ ഒരു സിറ്റി ലൈഫ് കിട്ടുമെന്ന് ഒരു പേടി. എന്ത് സിറ്റി ലൈഫ്? എടാ, താൻ പണ്ട് അങ്കമാലി അല്ല ഇപ്പൊ. നിനക്കൊന്ന് ഷോപ്പിങ്ങിനോ ഒരു എന്റർടൈൻമെന്റോ കൊച്ചിയിലേക്ക് വണ്ടി കയറേണ്ട ഒരാവശ്യമില്ല. ഈ KFC ഡൊമിനോസും ഒക്കെ ഇപ്പൊ നമ്മുടെ അങ്കമാലി തന്നെയുണ്ട്. സിനിമ കാണാൻ മൾട്ടിപ്ലക്സ്, ഷോപ്പിങ്ങിന് വലിയ ഇന്റർനാഷണൽ ബ്രാൻഡുകൾ, ചുരുക്കി പറഞ്ഞ ഒരു മെട്രോ സിറ്റിയിലുള്ള സകല സാധനങ്ങളും നമ്മുടെ അങ്കമാലിലുണ്ട്. എന്റെ പൊന്നു ജോയി, അത് ഞാൻ ചിന്തിച്ചില്ല. അത് കൊള്ളാം. എന്നാ പിന്നെ അങ്കമാലി തന്നെ ഒരു 3 BHK അപ്പാർട്ട്മെന്റ് അങ്ങ് നോക്കാല്ലേ? എന്റെ ടോമിച്ച, എന്നാ താൻ വേറെ എങ്ങും നോക്കണ്ട. നമ്മുടെ LF ഹോസ്പിറ്റലിന്റെ അടുത്ത് പ്രൊവിഡൻസിന്റെ സുരഭീന്നും ഒരു കിടിലൻ അപ്പാർട്ട്മെന്റ് വരുന്നുണ്ട്. കൃത്യം 2 വർഷത്തിനുള്ളിൽ ഹാൻഡ് ഓവർ കിട്ടും. അത് മാത്രമല്ല കേട്ടോ, അങ്കമാലിലേക്ക് മെട്രോ വന്നാൽ ഇതിന്റെ വാല്യൂ എവിടെ എത്തുമെന്ന് നിനക്കറിയാമോ? തന്നെയല്ല, നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നോക്കിയാൽ പോലും ഇത്ര നല്ലൊരു ഓപ്ഷൻ വേറെ ഇല്ല. ജോയി, എന്നാ പിന്നെ ഇത് തന്നെ നോക്കാം. ഞാൻ എന്തായാലും അടുത്ത മാസം നാട്ടിൽ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ സൈറ്റ് ഒന്ന് പോയി കാണുകയും ചെയ്യാം. അത് തന്നെ, നീ വന്നിട്ട് കൂടെ നമുക്ക് പഴയ പോലെ ഒന്ന് കൂടാൻ. അതൊക്കെ നമുക്ക് കൂടാടോ. ഞാനെന്നവിടെ എത്തട്ടെ. ആ